ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാ സെല്ലുലാർ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ്. അതായത് ഒരു സെല്ലിൽ നിന്നും വേറൊരു സെല്ലിലേക്ക് എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർ സെല്ലുലാർ അറ്റാച്ച്മെൻറ്റ് വഴിയാണ് രണ്ട് സെൽസ് തമ്മിൽ കണക്ഷൻ വരുന്നത്. അത് തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ടൈറ്റ് ജംഗ്ഷൻ, സെക്കൻഡ് വൺ ഗ്യാപ്പ് ജംഗ്ഷൻ ആൻഡ് തേർഡ് വൺ ഡെസ്മോസോംസ്. ഇനി ഒരു ഇൻട്രാ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ എന്താണ് മെയിൻലി നടക്കുന്നത് എന്ന് നോക്കാം. ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷനിൽ ആദ്യം നമ്മുടെ സെൽ എന്താ ചെയ്യുന്നത്, ഒരു സെർട്ടൻ ടൈപ്പ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ എഫക്റ്റ് സ്റ്റെം സെല്ലിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓട്ടോക്രൈൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഈ സബ്സ്റ്റൻസിൻ്റെ എഫക്റ്റ് നെയ്ബർ സെൽസ് അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന സെല്ലിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പാരാക്രൈൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഇതുപോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് റിലീസ് ചെയ്തിട്ട് ഇത് ബ്ലഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണ്, ബ്ലഡ് വഴി ടാർഗറ്റ് ഓർഗൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, എൻഡോക്രൈനൽ ഫങ്ഷനാണ്. അതാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഒക്കെ ചെയ്യുന്നത്. ഇൻ്റർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പിക്ചറൈസേഷൻ ഇത്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ടൈറ്റ് ജംഗ്ഷനിലും ഗ്യാപ്പ് ജംഗ്ഷനിലും ഡെസ്മോസോമിലും ഒക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് അറ്റാച്ച്മെൻറ്റ്സ് വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അപ്പോപ്റ്റോസിസിനെ പറ്റിയിട്ടാണ്. ഇതിനു മുന്നേ അപ്പോപ്റ്റോസിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോപ്റ്റോസിസ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, അതായത് ജനറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള സെൽ സൂയിസൈഡ് ആണ് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഇത്രയും കാലയളവിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഈ സെല്ല് നശിച്ചു പോകണമെന്ന് ഓൾറെഡി എന്തായിരിക്കും പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേന് ഈ സെല്ല് എന്താവും, നശിച്ച് അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോകും. നെക്രോസിസ് എന്ന് പറയുന്നത് സെൽ മർഡറാണ്. അപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പം പുറത്തു നിന്ന് സെല്ലിനെ നശിപ്പിക്കുന്നതാണ് സെൽ മർഡർ അല്ലെങ്കിൽ നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത് ആ സെല്ല് തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ നശിച്ചു പോകുന്നതിനെയാണ്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് സെൽ പ്രോഗ്രാമിൻ്റെ സെൽ ഡെത്തും ഒന്നെന്താണ് സെൽ മർഡറുമാണ്. ഈ അപ്പോപ്റ്റോസിസ് നോർമലി കണ്ടുവരുന്നത് ന്യൂറോൺസിൽ, മെൻസ്ട്രേഷൻസിൽ, ഇൻറ്റസ്റ്റൈൻസിൽ ഒക്കെയാണ്. ആൻഡ് അബ്നോർമലി ഇത് കാണുന്ന കണ്ടീഷൻസാണ് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ കേസിൽ ക്യാൻസർ സെൽസിലൊക്കെ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒന്നാണ് മാലിഗ്നൻസി അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത്. എന്താണ് ആക്ച്വലി ക്യാൻസർ? അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഗ്രോത്തിന് നമ്മൾ പറയുന്നതാണ് എന്താണ് മാലിഗ്നൻസി അല്ലെങ്കിൽ ക്യാൻസർ എന്ന്. ഇതിന് റീസൺ ആവുന്നത് ഓങ്കോജീൻസ് അല്ലെങ്കിൽ ക്യാൻസർ കോസിങ് ജീൻസാണ്. ക്യാൻസർ സെൽസിന് വളരാനുള്ള അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓങ്കോജീൻസ് അല്ലെങ്കിൽ ക്യാൻസർ ജീൻസിൻ്റെ എമൗണ്ടും അതേമാതിരി ഗ്രോത്തും ഇൻക്രീസ് ചെയ്യാൻ കാരണമാവാറുണ്ട്. ഇതാണ് മെയിൻലി ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും എങ്ങനെയാണ് സബ്സ്റ്റൻസിനെ മൂവ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അത് 2 പ്രോസസ്സ് വഴിയാണ്. ഒന്ന് എൻഡോസൈറ്റോസിസും ഒന്ന് എക്സോസൈറ്റോസിസും. എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസിനെ ഇൻസൈഡിലേക്ക് എടുക്കുന്നതും എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസിനെ ഔട്ട്സൈഡിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതുമാണ്. ഇതിലാദ്യത്തത് എൻഡോസൈറ്റോസിസ് ആണ്. അതായത് എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസിനെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. ഇത് എൻഡോസൈറ്റോസിസിൻ്റെ ഒരു പിക്ചറൈസേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് കാണാൻ പറ്റും. ഫസ്റ്റ് വരുന്നത് അറ്റാച്ച്മെൻ്റ് ആണ്. അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻവാജിനേഷൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതൊരു വെസിക്കിളായിട്ട് ഫോർമേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻറ്റേർണലൈസേഷൻ, അതായത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഇൻറ്റേർണലൈസേഷൻ നടക്കുന്നുണ്ട്. പിന്നെ അത് ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് എൻഡോസൈറ്റോസിസ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ എക്സോസൈറ്റോസിസ് ആണ്. എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ പുറത്തേക്ക് സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പിക്ചറൈസേഷനിൽ എങ്ങനെയാണ് എക്സോസൈറ്റോസിസ് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പ്രോട്ടീൻസും മറ്റ് സബ്സ്റ്റൻസും ഒക്കെ കൂടിയിട്ട് ഒരു പാക്ക്ഡ് വെസിക്കിളായിട്ട് മാറുന്നുണ്ട് ഗോൾഗി അപ്പാരറ്റസിൽ നിന്നും. ഈ ഒരു വെസിക്കിള് നമ്മുടെ സെൽ മെംബ്രെയിനിലൂടെ പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഡോക്കിംഗ് എന്ന് പറയാം. ആൻഡ് ഇത് നമ്മുടെ സെൽ മെംബ്രെയിൻ അറ്റാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും,
ഫ്യൂഷൻ നടക്കും. ഈ സെൽ മെമ്പറൈനുമായിട്ട് ഫ്യൂഷൻ നടന്നിട്ട് ഈ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടും. ഇതാണ് ഈ ഒരു എക്സോസൈറ്റോസിസിൽ നടക്കുന്നത്. ഇനി ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു എക്സ്ട്രാ 2-3 പോയിൻറ്റ്സിനെ പറ്റി നോക്കാം. ഹൗ ദേ ടേക്ക് ലാർജ് പാർട്ടിക്കിൾ, എങ്ങനെയാണ് ഒരു ലാർജ് പാർട്ടിക്കിളിനെ സെൽസ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതിന് മെയിൻലി ഇവർ ഹെൽപ്പ് ചെയ്യുന്നത് പീനോസൈറ്റോസിസ് അല്ലെങ്കിൽ പൈനോസൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പീനോസൈറ്റോസിസ് ഓർ പൈനോസൈറ്റോസിസ് ഓൾസോ നോൺ ആസ് എന്താണ്, സെൽ ഡ്രിങ്കിങ്, ആൻഡ് ദിസ് ഇസ് ദ സ്റ്റെപ്സ് ഓഫ് പീനോസൈറ്റോസിസ്. ആൻഡ് ഇനി പറയുന്നത് ഹൗ ദേ ഡൈജസ്റ്റ് അൺവാണ്ടഡ് മെറ്റീരിയൽ. ഒരു അൺവാണ്ടഡ് മെറ്റീരിയലിനെ അവരെങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നത് എന്നുള്ളതാണ്. അതിന് നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് എന്നുള്ളത്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഈറ്റിംഗ് ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇതാണ് എന്താണ് ഫാഗോസൈറ്റോസിസിൻ്റെ ഒരു പിക്ചറൈസേഷൻ അല്ലെങ്കിൽ പിക്ചർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിലാദ്യം നടക്കുന്നത് എന്താണ്, റെക്കഗ്നൈസേഷനും അറ്റാച്ച്മെൻറ്റുമാണ്. അത് കഴിഞ്ഞിട്ട് എൻഗൾഫ്മെൻറ്റ്, അതിനെന്താണ് ഒരു കവറിങ്ങിൻ്റെ ഉള്ളിലാക്കുന്ന മാതിരി ചെയ്യും. പിന്നെ ഫാഗോസോം ഫോമേഷൻ, അവിടെ ഒരു വെസിക്കിൾ പോലെ ഫോം ചെയ്യപ്പെടും. പിന്നീട് അത് ലൈസോസോമുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും പിന്നെ അത് വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആൻഡ് ഈ വേസ്റ്റ് എലിമിനേഷനാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഒരു ഫാഗോസൈറ്റോസിസ് നടക്കുന്നത്. ഈ അൺവാണ്ടഡ് മെറ്റീരിയൽസിൻ്റെ എലിമിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ലൈസോസോംസും പെറോക്സിസോംസുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.